Hi, welcome back to Lisby Kitchen. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഒരു നാടൻ വിഭവമായിട്ടുള്ള കായും ചെമ്മീനാണ് ഉണ്ടാക്കിയത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ ക്വിക്ക് ആൻഡ് ഈസി ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ കൊണ്ടാട്ടം. കൊണ്ടാട്ടം എന്ന പേര് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് വെണ്ടയ്ക്ക, കൈപ്പയ്ക്ക, അതുപോലെ മുളകൊക്കെ തൈലുപ്പിലിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി അത് ഫ്രൈ ചെയ്തെടുക്കണ ഒരു മെത്തേഡാണ്. എന്നാൽ ചിക്കൻ കൊണ്ടാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെയാല് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡിഷാണ്. ചിക്കൻ പീസസ് ഒരു ബാറ്ററിൽ മുക്കി ഫ്രൈ ചെയ്തെടുത്ത് അതിൽ കുറച്ച് സ്പൈസസ് ഒക്കെ കോട്ട് ചെയ്തെടുക്കണ ഒരു മെത്തേഡാണ് ചിക്കൻ കൊണ്ടാട്ടത്തിന്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. അതിന് മുന്നേ ലിസ്ബി കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതുപോലെ നിങ്ങളുടെ സജഷൻസും കമൻസും ഒക്കെ ദയവ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ വന്ന് ഷെയർ ചെയ്യും വേണം. അപ്പോൾ നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കാൻ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു 1/2 കിലോ ചിക്കൻ. അത് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ബോൺലെസ് ആണ്. ഇനി ബോൺസ് ഉള്ള ചിക്കൻ ആയാലും കുഴപ്പമില്ല. ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീര്, ആവശ്യത്തിന് ഉപ്പ് വേണം, പിന്നെ സോയാ സോസ് 1 ടേബിൾ സ്പൂൺ. അപ്പം ആദ്യം തന്നെ നമുക്കിത് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി എടുത്തത്, അല്ലെങ്കിൽ അവസാനം നല്ല സ്പൈസിനെസ് കൂടും. അത് കാരണം കാശ്മീരി മുളക് പൊടിയാണ് ഇപ്പോൾ ആഡ് ചെയ്യുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്ത് വെച്ച് തരുന്നു. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾ, പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ നമുക്ക് ഈ ചെറുനാരങ്ങ, 1 ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിക്കും. ഇനി വേണ്ടത് 1 ടേബിൾ സ്പൂൺ സോയാ സോസ്. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുത്താലും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും സോയാ സോസ് ചേർത്താൽ. ഇനി സോയാ സോസ് ഇല്ലെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് മിനിമം ഒരു 1/2 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. നമുക്ക് 1/2 മണിക്കൂർ ഇത് മാറ്റി വയ്ക്കാം. അപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമുക്കൊരു പാൻ എടുക്കാം. എന്നിട്ട് അതിലേക്ക് വളരെ കുറച്ച് എണ്ണ മാത്രം മതി. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ചിക്കൻ പീസസ് പതുക്കെ ഇട്ട് കൊടുക്കാം.
നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അത് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ബാക്കിയുള്ള ചിക്കൻ പീസസും ഇതേപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിൽ കോട്ട് ചെയ്തെടുക്കണ ആ സ്പൈസസ് മസാല നമുക്ക് കുറച്ച് ഒരു 6-7 ചെറുള്ളി വട്ടത്തിൽ അരിഞ്ഞു വെച്ചത്, കറിവേപ്പില, ഇത് നമുക്ക് ആദ്യം ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കണം. പിന്നെ ഒരു വലിയ സവാള ചെറുതായി നുറുക്കിയത്, ഇത് ഒരു 4 ചുവന്ന മുളകാണ്. ഇത് കൂടുതൽ സ്പൈസിനെസ് ആവശ്യമുള്ളവർ അത് കൂടുതൽ ഉപയോഗിക്കാം. ഇത് 2 ടേബിൾ സ്പൂൺ ചതച്ച മുളക്, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 തുടം വെളുത്തുള്ളി അരിഞ്ഞതാണ് നുറുക്കിയതാണ്, അതുപോലെ 2 പച്ചമുളക്. പിന്നെ നമുക്ക് സ്പൈസിനെസ് ഒന്ന് കുറയ്ക്കാൻ ഒരു 2 ടേബിൾ സ്പൂൺ സോസും വേണം, ടൊമാറ്റോ സോസ്. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും ചേർക്കാം. അപ്പോൾ നമുക്കൊരു പാൻ എടുത്ത് ചൂടാക്കാം. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറുള്ളി, അതുപോലെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. നന്നായി ബ്രൗൺ കളറിൽ ഒന്ന് മൊരിഞ്ഞ് വരണം. ഇപ്പം നന്നായി മൊരിഞ്ഞുണ്ട്. നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാള ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഒരു പകുതി വഴന്ന് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഒരു 4 മുളക്, ചുവന്ന മുളക് നമുക്ക് പതുക്കെ മുറിച്ചിട്ട് കൊടുക്കാം. കൂടുതൽ ആവശ്യം ഉള്ളവർ കൂടുതലിടാം. എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് എത്ര വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഈ സമയത്ത് തന്നെ നമുക്ക് നമ്മൾ ഒരു 7-8 പീസ് ഉണ്ടാവും വെളുത്തുള്ളി അരിഞ്ഞു വെച്ചതാണ്, ചോപ്പ് ചെയ്ത് വെച്ചത്, ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
നന്നായി ഒന്ന് ബ്രൗൺ കളറായി വരണം. അത്യാവശ്യം ബ്രൗൺ കളറായി വന്നു. നമുക്ക് ആ സമയത്ത് തീ സിമ്മിലിട്ടിട്ട് നമ്മൾ 2 ടേബിൾ സ്പൂൺ ചതച്ച മുളക് എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഇതിലിക്കണം. അതേപോലെ തന്നെ 2 പച്ചമുളക് അരിഞ്ഞു വെച്ചതാണ്, ഇതും കൂടി ഇരിക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ 1/2 ടീസ്പൂൺ മസാലപ്പൊടി, ഗരം മസാലപ്പൊടി എടുത്ത് വെച്ചത് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. നന്നായി മൂത്തുണ്ട് സമയത്ത് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്. ഇപ്പം ടൊമാറ്റോ സോസ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ടൊമാറ്റോ വേണമെങ്കിൽ ആഡ് ചെയ്യാം. പക്ഷെ ഈ ടൊമാറ്റോ സോസ് ഒഴിക്കുമ്പോൾ ഒരു സ്വീറ്റ്നെസ് കുറച്ച്, അതിൻ്റെ സ്പൈസിനെസ് കുറച്ചൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടൊമാറ്റോ സോസ് ആഡ് ചെയ്യുന്നത്. നന്നായി ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സ്പൈസി ആയിട്ടുള്ള ചിക്കൻ കൊണ്ടാട്ടം റെഡി ആയി കഴിഞ്ഞു. നമുക്കൊരു സർവിംഗ് ഡിഷിലോട്ട് മാറ്റാം. നമുക്കിതിൽ മാറ്റി വെച്ചിരിക്കുന്ന ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ചെറിയ ഉള്ളിയും വേപ്പില അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. നമുക്ക് ചെറുതായി ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. അതിന് മല്ലിയില ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചിക്കൻ കൊണ്ടാട്ടം പ്രിപ്പറേഷൻ കണ്ടില്ലേ? നല്ല എളുപ്പമല്ലേ ഉണ്ടാക്കാൻ? നമുക്കത് ചോറിൻ്റെ ഒപ്പവും അതുപോലെ ചപ്പാത്തിയുടെ ഒപ്പമൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അടുത്ത പ്രാവശ്യം ഞാനൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വീണ്ടും വരുന്നതാണ്. ബൈ.